അസ്സാം വലൈക്കും മർഹബം ബിക്കും ഇലാ ദർസിൻ ജമീൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പാർട്സ് ഓഫ് സെൻറ്റൻസിനെ പറ്റിയായിരുന്നു. അജ്സാ ഉൽ ജുംല, ഇസ്മ്, ഫിഅൽ, ഹർഫ് അതിനെ പറ്റിയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഫിഅലുകളെ പറ്റി ആണ്. നമ്മളതിൽ ഫിഅൽ പറഞ്ഞു, പക്ഷേ വ്യത്യസ്ത തരം ഫിഅലുകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ കഴിച്ചു, അത് ഇപ്പോൾ കഴിഞ്ഞു പോയ കാലമാണ്, അതായത് ഭൂതകാലമാണ്. ഇനി കഴിക്കും, അതായത് ഫ്യൂച്ചറാണത്. പിന്നെ അതുപോലെ തന്നെ കഴിക്കുന്നു, അപ്പോൾ പ്രസൻറ്റ്. അതായത് നമുക്കറിയാം, ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അങ്ങനെ 3 രീതിയിലാണ് എന്തുള്ളത്, കാലങ്ങളുള്ളത്. അപ്പോൾ അതിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് നമ്മൾ ഫീൽഡിനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിളിലൂടെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കി. ഹീ ഈറ്റ്സ് ആൻ ആപ്പിൾ, അതായത് അവൻ ആപ്പിൾ തിന്നുന്നു. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ളതാണ്? അതായത് പ്രസൻ്റാണോ, ഫ്യൂച്ചറാണോ, അതുപോലെ തന്നെ പാസ്റ്റാണോ? തിന്നുന്നു എന്ന് പറയുമ്പോൾ പ്രസൻ്റ് ആയിട്ടല്ലേ വരിക, കാരണം ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊരു പ്രസൻറ്റ് ടെൻസിനുള്ള ഒരു ജുംലയാണ്. ഇനി അടുത്തത് നോക്കാം. ഹി എയ്റ്റ് ആൻ ആപ്പിൾ, അവൻ ആപ്പിൾ തിന്നു. അതെന്താ? കഴിഞ്ഞ കാര്യമാണ്, തിന്ന് കഴിഞ്ഞല്ലോ. അപ്പോൾ അത് പാസ്റ്റ് ടെൻസാണ്, അതായത് പാസ്റ്റ് കാലത്തുള്ള ഒരു സെൻറ്റൻസാണ് എന്ത്, ഹി എയ്റ്റ് ആൻ ആപ്പിൾ എന്നുള്ളത്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കുക. ഹി വിൽ ഈറ്റ് ആൻ ആപ്പിൾ, അവൻ ഒരു ആപ്പിൾ തിന്നും. അത് ഫ്യൂച്ചറാണ്, തിന്നിട്ടില്ല, ഇനി വരും സമയങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അയാൾ തിന്നും. അപ്പോൾ അതെന്താണ്, ഫ്യൂച്ചറായ സെൻറ്റൻസാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കി. ഈറ്റ് ആൻ ആപ്പിൾ, നീ ആപ്പിൾ തിന്ന്. ഒരാളുടെ ഒരു കൽപ്പന പറയണം, ആപ്പിൾ തിന്നു, ഒന്ന് തിന്നേന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ ഒരു കൽപ്പനയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇത്തരത്തിൽ 4 സെൻറ്റൻസുകളാണുള്ളത്. ഒന്ന് പാസ്റ്റ്, 2 ഫ്യൂച്ചർ, മൂന്നാമത്തത് പ്രസൻറ്റ്, അതുപോലെ തന്നെ നാലാമത്തത് ഓർഡർ, നമ്മൾ അമർ, ഇങ്ങനെ കൽപ്പിക്കൂലേ അതിന്. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് ഈ 3 ഫിയലുകൾ നോക്കാം. ഫിയൽ മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് മാലി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മുലാരി 2 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും, അതായത് പ്രസൻറ്റിനും യൂസ് ചെയ്യും, ഫ്യൂച്ചറിനും യൂസ് ചെയ്യും. ഇപ്പോൾ തിന്നുന്നു, അതിന് രണ്ടിനും ഒരു വേർഡാണ് യൂസ് ചെയ്യുക, അതാണ് മുലാരി. അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇനി ഒരു വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്താക്കാം, ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കാം. അൽ അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പന. അപ്പോൾ നമ്മൾ തിന്ന്, എഴുതേ, കുടിക്കേ, ചാടേ, നമ്മൾ ഓരോന്നിങ്ങനെ കൽപ്പിക്കൂലേ, അതിനാണ് അമ്ര എന്ന് പറയാം. അപ്പം മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ്. മുലാരി പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഉള്ള ആ ഒരു സമയത്ത് നടന്ന സംഭവങ്ങളെ സൂചിപ്പിക്കാനാണ്. അമ്ര കൽപ്പിക്കാൻ, ഒരാളോട് ഓർഡർ ചെയ്യാനാണ് എന്ത്, അമ്ര യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനൊക്കെ ഓരോ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ മാലി, അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിന്. പാസ്റ്റിന് കുറച്ച് എക്സാമ്പിൾ. മഷ നടന്നു, ഷെരിബ കുടിച്ചു, നാമ ഉറങ്ങി, കതബ എഴുതി. ഇതൊക്കെ എന്താണ്, എഴുതി കഴിഞ്ഞു, ഉറങ്ങിക്കഴിഞ്ഞു, കുടിച്ചു കഴിഞ്ഞു, നടന്നു, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മളെന്ത് പറയും, മാലിയായ ഫിഅൽ എന്ന് പറയാം. അൽ അഫ്ആലുൽ മാലി, പാസ്റ്റ് സെൻറ്റൻസ് നമ്മൾ പറയാം. ഇനി അടുത്ത് നമ്മൾ മാലി കഴിഞ്ഞു, ഇനി നമ്മൾ മുലാരിക്കുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയണം. ഇപ്പോൾ മുലാരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മുലാരി യഅ്കുലു മുലാരി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, പ്രസൻറ്റിനും യൂസ് ചെയ്യും, ഫ്യൂച്ചറിനും യൂസ് ചെയ്യും. നമ്മുടെ ഇവിടെ മുലാരി ഫ്യൂച്ചറിൻ്റെ കുറച്ച് വേർഡ്സുകളാണ് പഠിക്കുന്നത്. പ്രസൻറ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പോൾ മുലാരി ഫ്യൂച്ചർ, അതായത് അപ്പോൾ യഅ്കുലു ഹി വിൽ ഈറ്റ്, അവൻ തിന്നും. അതുപോലെ തന്നെ യക്തുബു ഹി വിൽ റൈറ്റ്, അവൻ എഴുതും. യഷ്റബു ഹി വിൽ ഡ്രിങ്ക്, അവൻ കുടിക്കും. യംഷി ഹി വിൽ വാക്ക്, അവൻ നടക്കും. അപ്പോൾ ഇതൊന്നും സംഭവം നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതോ അല്ല, ഇനി നടക്കാനിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഫ്യൂച്ചർ എന്ന് പറയാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കി. ഇനി അടുത്തത് നമ്മൾ മുലാരി 2 അർത്ഥത്തിന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പ്രസൻറ്റ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കേണ്ട സംഭവം, അതിനെ പറ്റിയുള്ള കുറച്ച് എക്സാമ്പിൾ. യഅ്കുലു ഹി ഈറ്റ്സ്, അവൻ തിന്നുന്നു. യക്തുബു ഹി റൈറ്റ്സ്, അവൻ എഴുതുന്നു. യഷ്റബു ഹി ഡ്രിങ്ക്സ്, അവൻ കുടിക്കുന്നു. യംഷി ഹി വാക്സ്, അവൻ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇപ്പോൾ പ്രസൻറ്റിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, ഓ ഇങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ
ഈ ഒരു പ്രസൻറ്റ് കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു, അപ്പോൾ ആ ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കാനാണ് ഈ ഒരു മുളാരി യൂസ് ചെയ്യുക. ഓക്കെ, മുളാരി രണ്ടർത്ഥങ്ങൾക്ക് യൂസ് ചെയ്യും. ഇവിടെ മുളാരി പ്രസൻറ്റ് ഇതിലാണ് യൂസ് ചെയ്യുക കേട്ടോ. സോ ഇനി അടുത്തത് ലാസ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ മാലി പറഞ്ഞു, മുളാരി പറഞ്ഞു. ഇനി അടുത്തത് അമ്ര, ഓർഡർ, ഒരാളുടെ കൽപ്പന, ഒരാളുടെ കൽപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുൽ, ഈറ്റ്, നീ തിന്ന്, ഉക്തുബ്, നീ എഴുത്, ഇഷ്റബ്, നീ കുടിക്ക്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ കൽപ്പിക്കൂലേ, അപ്പോൾ ആ കൽപ്പിക്കേണ്ട ഫിയലുകൾക്കാണ് നമ്മൾ എന്തെന്ന് പറയാം, ഫിയലുൽ അമ്ര എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. അടുത്തത് ഇനി കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ പഠിക്കുന്നത്. അക്കലൽ ഉസ്താദ് തുഫാഹത്തൻ, ഉസ്താദ് എന്താക്കി, ഒരു ആപ്പിൾ തിന്നു. ഇതിൽ ആ ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുള്ള ഫിയൽ കണ്ടോ, അക്കല. അതായത് അക്കല എന്ന് പറഞ്ഞാൽ തിന്നു. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ഫിയലായി കണ്ടേക്കാരം വരിക, ഒന്ന് ചിന്തിക്കും. അതെ, അക്കല തിന്നു. തിന്നു എന്ന് പറഞ്ഞാൽ തിന്ന് കഴിഞ്ഞു. അപ്പോൾ അതേകരം ഫിയല് മാലികരം, കാരണം അത് കഴിഞ്ഞു പോയ സംഭവമാണല്ലോ. അപ്പോൾ ഫിയല് മാലികരം അത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ യഅ്കുലുൽ ഉസ്താദ് തുഫാഹത്തൻ, ടീച്ചർ ഈറ്റ്സ് ആൻ ആപ്പിൾ. ഉസ്താദ് ഒരു ആപ്പിൾ തിന്നുന്നു. അതായത് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉസ്താദ്. അപ്പോൾ അത് ആ യഅ്കുലു എന്നുള്ള ഫിയല് ഏത് ടെൻസേകാരം, അത് മുളാരി ആയ ടെൻസേകാരം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുളാരിക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഫ്യൂച്ചറിന് യൂസ് ചെയ്യും, ഒന്ന് പ്രസൻറ്റിന് യൂസ് ചെയ്യും. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ ഇപ്പോൾ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു മുളാരി ആയ ഫിയലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ. കുൽ തുഫാഹത്തൻ, ഈറ്റ് ആൻ ആപ്പിൾ. നീ ഒരു ആപ്പിൾ തിന്ന്. നമ്മൾ ഒരാളോട് ഓർഡർ ചെയ്യണം, അതായത് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഈ കുൽ എന്നുള്ളത് ഏത് തരത്തിലുള്ള ഫിയലീകാരം, അതെ, അത് ഫിയല് അമ്രായിരിക്കും. അപ്പോൾ ഫിയല് മാലി, ഫിയല് മുളാരി, ഫിയല് അമ്രി, 3 രൂപത്തിലുള്ള ഫിയലുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫിയല് മാലി എന്തിനാണ് യൂസ് ചെയ്യുക, കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ മുളാരി 2 കാലങ്ങൾക്ക് യൂസ് ചെയ്യും. ഒന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ സൂചിപ്പിക്കാനും, അതുപോലെ തന്നെ ഇനി നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ സൂചിപ്പിക്കാനും. പിന്നെ ഫിയലിൽ അമ്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് കൽപ്പിക്കുക. അപ്പോൾ ആ ഒരു കൽപ്പനയാണെന്ത്, ഫിയലിൽ അമ്ര എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിൽ 3 തരത്തിലുള്ള ഫിയലാണുള്ളത്: ഫിയല് മാലി, ഫിയല് മുളാരി, ഫിയല് അമ്ര. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെട്ട വീഡിയോസ് എന്താക്കും ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എത്തും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മളതിൽ കുറേ എക്സാമുകൾ, അതുപോലെ തന്നെ കുറേ വേർഡ്സുകളൊക്കെ നമ്മളതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു.